10 ലക്ഷം പ്രവർത്തകർ പങ്കെടുക്കുന്ന കൂറ്റൻ റാലി സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. വരുന്ന സ്ഥാപക ദിനത്തിൽ നാഗ്പൂരിലാണ് റാലി സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 28-ന് നടക്കുന്ന റാലിയിൽ പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ പങ്കെടുക്കും. റാലി സംഘടനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ യോഗം നടന്നിരുന്നു. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മുതിർന്ന നേതാവ് മുകുൾ വാസ്നിക് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. യോഗത്തിൽ മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോൾ, മുൻ മന്ത്രി ബാലാസാഹേബ് തോറാട്ട്, പ്രതിപക്ഷ നേതാവ് വിജയ് വട്ടേഡിമാർ, മുൻ മുഖ്യമന്ത്രിമാരായ അശോക് ചവാൻ, പൃഥ്വിരാജ് ചവാൻ എന്നിവരടക്കമുള്ള മുതിർന്ന സംസ്ഥാന നേതാക്കളും പങ്കെടുത്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കോൺഗ്രസ് പാർട്ടി വളരെ നിരാശയിലാണ്. എന്നാൽ അപ്പോഴും കൂടുതൽ ഊർജത്തോടെ ജയിക്കാനായി ഓരോ കരുക്കൾ നീക്കി തുടങ്ങുകയാണ്. അതിൻ്റെ ആദ്യപടിയാണ് 10 ലക്ഷത്തോളം പ്രവർത്തകർ പങ്കെടുക്കുന്ന ഈ കൂറ്റൻ റാലി. രാജസ്ഥാനും ഛത്തീസ്ഗഡും കോൺഗ്രസിന്റെ കയ്യിൽ നിന്നു പോയപ്പോൾ സത്യത്തിൽ അവർ പിടിച്ചു നിന്നത് തെലങ്കാനയിൽ അധികാരം കിട്ടിയപ്പോഴാണ്. 9.5 വർഷം സംസ്ഥാനം ഭരിച്ച BRSനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തിന്റെ ചൂടും അത് വോട്ടാക്കി മാറ്റാനുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ വിജയവുമാണ് തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം. തകർന്നു പോയിടത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റ തെലങ്കാനയിലെ കോൺഗ്രസ് കൊടുങ്കാറ്റായി മാറിയപ്പോൾ ചന്ദ്രശേഖര റാവു എന്ന വൻമരം കടപുഴകി വീണു. ചന്ദ്രശേഖർ റാവുവിന്റെ ഭാരത് രാഷ്ട്രീയ സമിതിയെ പരാജയപ്പെടുത്തിയായിരുന്നു തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയം. ആന്ധ്രാപ്രദേശിനെ 2ആയി വിഭജിച്ച ശേഷം 2ഇടത്തും നാമാവശേഷമായ കോൺഗ്രസിന് തിരിച്ചുവരവിന്റെ വഴിയൊരുക്കുകയായിരുന്നു തെലങ്കാന. സംസ്ഥാന രൂപീകരണത്തിനു ശേഷം തെലങ്കാനയിൽ ആദ്യമായാണ് കോൺഗ്രസ് അധികാരത്തിലെത്തുന്നത്. 9 വർഷത്തെ BRS ഭരണം അവസാനിപ്പിച്ച് കോൺഗ്രസിനെ വിജയത്തിലെത്തിച്ചത് ഭരണവിരുദ്ധ വികാരവും സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും മാത്രമല്ല, 1 വർഷം മുൻപേ ആസൂത്രണം ചെയ്തു നടപ്പിലാക്കി തുടങ്ങിയ പഴുതടച്ച തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ കൂടിയാണ്. ഇനിയും ഇത്തരം തന്ത്രങ്ങൾ പയറ്റിയാൽ വിജയം ഉറപ്പിക്കാമെന്ന ചെറിയൊരു ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. തമ്മിലുള്ള തർക്കങ്ങൾ പലതും മാറ്റിവെച്ച് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് ഇനിയുള്ള ലക്ഷ്യം. ആ ലക്ഷ്യം വിജയിച്ചാൽ 10 അല്ല 100 ലക്ഷം പ്രവർത്തകർ തങ്ങൾക്കൊപ്പം കൂടുമെന്ന വിശ്വാസം ഇന്ന് കോൺഗ്രസിനുണ്ട്.